തിരുവനന്തപുരം സൈനിക ക്യാമ്പിലെ സംഭവം ഓർമ്മയില്ലേ? സൈനിക ക്യാമ്പിൽ ആനക്കൊമ്പ് മോഷണം പോയത്. ഈ ആനക്കൊമ്പ് കൊള്ളയിലെ പ്രതികളെ കണ്ടെത്താനാകാതെ പോലീസ് DJ പാർട്ടി സംഘത്തെ വീണ്ടും ചോദ്യം ചെയ്യും. ക്യാമ്പിനുള്ളിലെ CCTV ദൃശ്യങ്ങളടക്കം ലഭ്യമാക്കുന്നതിന് നിയന്ത്രണങ്ങളുണ്ട്. അസിസ്റ്റന്റ് കമ്മീഷണർ നേരിട്ടാണ് ആനക്കൊമ്പ് മോഷണം അന്വേഷിക്കുന്നത്. വിശദവിവരങ്ങളുമായി TS ഹരീഷ് ചേരുന്നു. ഹരീഷ, ഗുഡ് മോർണിംഗ്. തീക്കട്ടയിൽ ഉറുമ്പരിക്കുമോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. അതുപോലെയാണ് ഈ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിനുള്ളിൽ നിന്നും വർഷങ്ങൾ പഴക്കമുള്ള ആനക്കൊമ്പ് മോഷണം പോയത്. പക്ഷേ ഇതുവരെ സംഭവം കണ്ടെത്താനും കഴിയുന്നില്ല എന്നതാണ്. ഈ ക്യാമ്പിനുള്ളിലെ CCTV ദൃശ്യങ്ങളൊക്കെ ശേഖരിക്കുന്നതിന് ചില നിയന്ത്രണങ്ങൾ സുരക്ഷാ കാരണങ്ങളുമായി ബന്ധപ്പെട്ട രാജ്യ സുരക്ഷയെ സംബന്ധിക്കുന്നതാണല്ലോ. അങ്ങനെ ഉണ്ടാവുമായിരിക്കും. ഇനി അതിനെ മറികടന്ന് എങ്ങനെയാണ് ആളെ കണ്ടെത്തും? ഈ തീക്കട്ടയിൽ എന്തായാലും ഉറുമ്പരിച്ചിരിക്കുകയാണ്. ഒരാഴ്ചയായി ഈ സംഭവം നടന്നിട്ട് 2 കോടി രൂപ വില മതിക്കുന്ന 2 ആനക്കൊമ്പുകളാണ് മോഷണം പോയിരിക്കുന്നത്. ഈ മോഷണം നടന്നു എന്ന് തിരിച്ചറിയുന്ന ദിവസത്തിൻ്റെ തലേ ദിവസമാണ് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ ഒരു DJ പാർട്ടി നടന്നത്. ആ DJ പാർട്ടിയിലുള്ളവരെ ഈ മോഷണ വിവരം അറിഞ്ഞതിന് പിന്നാലെ തന്നെ പൂജപ്പുര പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയുണ്ടായിരുന്നു. പക്ഷേ ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ DJ പാർട്ടിയിൽ അന്നുണ്ടായിരുന്നവർക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് പോലീസിന് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇവരുടെ വിരലടയാളം ഉൾപ്പെടെയുള്ളവ പരിശോധിച്ചു. അത് പക്ഷേ ഈ മോഷണം നടന്ന ആ സ്ഥലത്ത് ഇവരുടെ വിരലടയാളങ്ങളൊന്നുമില്ല. അങ്ങനെ വളരെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് പോലീസ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോകുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആനക്കൊമ്പ് വളരെ കണ്ണിൽ കാണാൻ കഴിയാത്ത തരത്തിലെ ചെറിയ വസ്തുവൊന്നും അല്ല. പെട്ടെന്ന് എടുത്ത് ഒളിപ്പിച്ച് കൊണ്ടുപോകാൻ ഈ ക്യാമ്പിനുള്ളിലുള്ളവരെ ഒരു തരത്തിലും ഇവരാരും സംശയിക്കുന്നില്ലായിരിക്കുമോ? അങ്ങനെ സംശയിക്കുന്നില്ല എന്ന് നമുക്ക് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം പോലീസ് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, നമുക്കവിടെ അന്വേഷണത്തിന് ചില നിയന്ത്രണങ്ങളുണ്ട്. ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതൊക്കെ ചില നിയന്ത്രണങ്ങളോടെയാണ്. അതുമാത്രമല്ല, മറ്റ് നടപടിക്രമങ്ങൾ ഈ പാങ്ങോട് സൈനിക ക്യാമ്പിൻ്റെ അകത്ത് അന്വേഷണത്തിൻ്റെ ഭാഗമായി പോകുമ്പോൾ അത് സൈന്യത്തിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പോകാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ പോലീസിന് ഇതിൽ ചില പരിമിതികളുണ്ടെന്ന് പോലീസിൽ നിന്ന് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഈ അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. നമുക്കറിയാം, പാങ്ങോട് മിലിറ്ററി ക്യാമ്പ് എന്ന് പറയുമ്പോൾ ആ ഏരിയ മുഴുവൻ ഒരു സുരക്ഷാ ക്രമീകരണം ഉള്ളതാണ്. അതീവ സുരക്ഷയാണ്. അതിൻ്റെ അകത്തേക്ക് ആരെങ്കിലും പോകുമ്പോഴും പുറത്തേക്ക് ആരെങ്കിലും പോകുമ്പോഴും ഈ വാഹന പരിശോധന, ദേഹ പരിശോധനയൊക്കെ കഴിഞ്ഞ് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആളുകൾക്ക് പോകാനൊക്കെ കഴിയൂ. അപ്പോൾ എങ്ങനെ ഈ 2 വലിയ ആനക്കൊമ്പുകൾ അവിടെ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നുള്ള വലിയ ഒരു ചോദ്യചിഹ്നം അങ്ങനെ തന്നെ നിൽക്കുകയാണ്.